പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്നും എന്നും വാഴ്ത്തപ്പെട്ടെ. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കണമെന്ന് കരുതിയതല്ല. എന്നാലും സംസാരിക്കുവാനുണ്ടായ ഒരു ചേതവികാരം അല്ലെങ്കിൽ അതിന് ഉണ്ടായ ഒരു പ്രത്യേക സ്റ്റിമുലസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ഇതര സഭാക്കാരിയുമായിട്ട് സംസാരത്തിലും സംസാരിക്കുവാൻ ഇട വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് പഴയ നിയമത്തിലെ പെസഹ ഇപ്പോൾ ആചരിക്കുന്നത്? അത് കർത്താവ് ജനിച്ചതിന് ശേഷം പഴയ പെസഹ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ തന്നെ അതിന് പേര് കൊടുത്ത് പെസഹയായിട്ട് ആചരിക്കുന്നതല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിനൊരു മറുപടിയും എന്താണ് പഴയ കാലത്തെ പെസഹ എന്നും എന്താണ് പുതിയ കാലത്തെ പെസഹായും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വിവരിച്ച് നൽകുക എന്ന് മാത്രമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ ഈ പെസഹ പെരുന്നാൾ ആചരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മൈഗ്രേഷൻ്റെ അല്ലെങ്കിൽ ഒരു പലായനത്തിൻ്റെ കഥയായിട്ടാണ്. അപ്പോൾ അക്കാലത്ത് തങ്ങളുടെ വിശ്വാസത്തിൽ അവർക്കൊരു ബേസ് ഉണ്ടാക്കി കൊടുക്കാനും വരും തലമുറയ്ക്ക് എന്താണ് ഈ അവരുടെ വിശ്വാസം, അവരുടെ രീതികൾ എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനാണ് പഴയ നിയമകാലത്ത് പെസഹ എന്ന് പറയുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു പെരുന്നാൾ അന്ന് കൊണ്ടാടിയിരുന്നത്. ജൂതന്മാരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പൊതു അവധികളിൽ പെടുന്ന ഒന്നാണ് പെസഹ. പെസഹ എന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ചടങ്ങായിട്ടാണ് അവർ കണ്ടിരുന്നത്. യഹോവയോട് നന്ദി പറയുന്ന ഒരു ചടങ്ങ്. എന്തിനാണ് ഇനി നന്ദി പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് അധ്യായത്തിൻ്റെ 11ഉം 12ഉം അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 11ഉം 12ഉം പുസ്തകങ്ങൾ. അപ്പോൾ അതിനകത്ത് കർത്താവ് ക്രോധത്തോടുകൂടി ഈ കടിഞ്ഞൂൽ പുത്രന്മാരെ കൊല്ലും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മിസ്രൈം ദേശത്ത് ഒരു മഹാപ്രലാപം തന്നെ കർത്താവ് അഴിച്ചുവിടും എന്ന് പറയുന്നതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിസ്രൈം ദേശത്ത് ഞാൻ കൊല നടത്തുമ്പോൾ നാശകരമായ മരണം നിങ്ങളിൽ ഉണ്ടാകുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് അനുസ്മരണ ദിനമായി തീരും. ഇത് കർത്താവിൻ്റെ പെരുന്നാളായി ആചരിക്കണം. ഈ പെരുന്നാൾ നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. കണ്ടോ, കർത്താവ് അന്ന് മിസ്രൈമുകാരെയും ഇസ്രയേലിയരെയും തമ്മിൽ വേർതിരിച്ചതിൻ്റെ ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു പെരിയ ദിവസമായിട്ടാണ് പെസഹ പെരുന്നാളിനെ അന്നത്തെ കാലത്ത് യഹൂദന്മാർ കണ്ടിരുന്നത്. യഹോവയായ ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ, ഈ മാസം 10-ന് ഓരോരുത്തരും തൻ്റെ ഭവനത്തിന് ഓരോ കുഞ്ഞാടിൻ്റെ തൻ്റെ പിതൃഭവനത്തിൽ ഒരു കുഞ്ഞാടിനെ എടുക്കണം. ഭവനം തീരെ ചെറുതായതിനാൽ അവനും അവൻ്റെ അടുത്ത വീട്ടിലെ അയൽക്കാരനും കൂടെ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഓരോരുത്തരും തിന്നാവുന്നതിന് തക്കവണ്ണം ആളുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കണം കുഞ്ഞാടുകളുടെ എണ്ണം. കുഞ്ഞാട് കുറ്റമറ്റതും 1 വയസ്സ് പ്രായമുള്ളതും ആയിരിക്കണം. 1 വയസ്സ് പ്രായമുള്ള ആണായിരിക്കണം. വയസ്സ് പറ്റി പോയതാണേ. അപ്പോൾ ചെമ്മരിയാടുകളിൽ നിന്നും കോലാടുകളിൽ നിന്നോ എടുക്കാം. ഈ മാസം 14 വരെ നിങ്ങളതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ മക്കളുടെ സംഘത്തിലെ ജനമെല്ലാം സൂര്യാസ്തമനത്തിങ്കൽ അതിനെ അറക്കണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് അവരെടുത്ത് ഏത് വീട്ടിൽ വെച്ച് അത് തിന്നുന്നുവോ അതിൻ്റെ 2 കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും വീടുകളിൽ മേലും പുരട്ടണം. ഈ രാത്രിയിൽ ആ മാംസം തീയിൽ ചുട്ടെടുത്ത് അത് പത്തീറയായും കയ്പ് ചീരയോടും കൂടി തിന്നണം. അതിൽ നിന്ന് പച്ചയായോ വെള്ളത്തിൽ പാകം ചെയ്തോ തിന്നരുത്. എന്നാലോ തലയും കാലുകളും ആന്തരാവയവങ്ങളുമായി തീയിൽ ചുട്ടു തിന്നണം. അതിൽ നിന്ന് രാവിലത്തേക്ക് ബാക്കി വെച്ചേക്കരുത്. രാവിലത്തേക്ക് വല്ലതും അധികമുണ്ടെങ്കിൽ അത് തീയിൽ ദഹിപ്പിച്ച് കളയണം. അത് തിന്നുന്നത് ഇപ്രകാരമായിരിക്കണം: നിങ്ങളുടെ അര കെട്ടിയും കാലുകൾ ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ടും ധൃതിയിൽ അത് തിന്നണം. എന്തെന്നാൽ അത് കർത്താവിനുള്ള പെസഹായാകുന്നു. കണ്ടോ, പൊതുവേ പറയാറുണ്ട് പഴയ നിയമത്തിൽ പൊതുവേ ഇച്ചിരി സൈക്കോത്തരം കാണാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസ് കാണാം. അതിൻ്റെ ഒരു ഏകദേശം സെൻസർ ചെയ്യാത്ത രൂപമാണ് നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 13-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ഭവനങ്ങളിലായിരിക്കുന്നുവോ ആ ഭവനത്തിന്മേൽ ഈ രക്തം അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. കണ്ടോ, അവിടാണ് ഇസ്രായേലിനെയും ഇസ്രായേലുകാരെയും തമ്മിൽ ദൈവം തമ്പുരാൻ വിഭജിച്ചത് അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് നിർത്തിയത് അവിടെയാണ്. അപ്പം ഇവിടെ ഒരു അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഒരു പെരുന്നാൾ ആചരിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു പ്രത്യേക വിവരണം തന്നെ നൽകുന്നുണ്ട്. അപ്പം ദൈവജനതയെ കർത്താവ് എങ്ങനെയാണ് വിടുവിച്ചിരിക്കുന്നത് എന്നൊരു പെർഫെക്റ്റ് ചിത്രം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഓരോ കുടുംബത്തിലും ഓരോ വീടുകളിലും പെസഹായ്ക്ക് ഊനമില്ലാത്ത കുഞ്ഞാടിനെ ബലിയർപ്പിക്കണമെന്നുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു കോണ്ടസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു.
എന്നാൽ ആവർത്തന പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ കുറച്ചും കൂടെ വിവരിച്ച് പറയുന്നുണ്ട് ഈ ബലിയർപ്പണത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നടത്തണമെന്നുള്ളത്. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ പുരുഷന്മാരെല്ലാം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും വാരോത്സവങ്ങളിലും കൂടാര പെരുന്നാളുകളിലും ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരണം. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് പ്രദാനം ചെയ്ത അനുഗ്രഹത്തിനും അനുയോജ്യമായി ഓരോരുവരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. കണ്ടോ, ഇങ്ങനെ നമ്മുടെ പെസഹ പെരുന്നാൾ അവിടുത്തെ ഒരു പ്രധാന യഹൂദന്മാരുടെ സൊസൈറ്റിക്കകത്തെ ഒരു പ്രധാന പെരുന്നാളായിട്ട് പരിണമിക്കുന്നതും നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ശേഷം അടിമത്തത്തിലേക്ക് അവർ തള്ളപ്പെട്ട് പോയപ്പോഴും അതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയ്ക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചു. അവരുടെ ആ ഒത്തുചേരലിനും അവരുടെ കൂട്ടായ്മയ്ക്കും വേണ്ടിയുള്ള പ്രാധാന്യം വർദ്ധിക്കുകയും അങ്ങനെ ദൈവം മുമ്പ് ഇസ്രായേൽ ജനതയെ എങ്ങനെ വിടുവിച്ചിരുന്നു, അങ്ങനെ പെസഹ പെരുന്നാൾ ആചരിക്കുന്നത് യഹൂദ ജനതയുടെ ഒരു പ്രഖ്യാപനമായി മാറുകയും ചെയ്യും. അപ്പോൾ അവരുടെ സൊസൈറ്റിയിൽ അവർ തമ്മിലുള്ള ഒരു യൂണിറ്റിയുടെ, ഒരു കൂട്ടായ്മയുടെ, അല്ലെങ്കിൽ ഒരു ഫ്രീഡത്തിൻ്റെ, ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഒരു പ്രഖ്യാപനമായി, വിടുതലായി, വിമോചനത്തിൻ്റെ മന്ത്രമായി പെസഹ പെരുന്നാൾ മാറുകയാണ്. ശേഷം അവർ മിസ്രൈം ദേശത്തു നിന്ന് മോചനം കിട്ടിയതിന് ശേഷം അവരുടെ ജീവിതത്തിലെ ഒരു ചടങ്ങായിട്ട് തന്നെ പെസഹ കൊണ്ടാടപ്പെടുകയാണ്. അത് വീണ്ടും പുനരാരംഭിക്കുകയും അത് മശിയ തമ്പുരാൻ്റെ കാലത്തോളം അത് തുടരുകയും ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഓബിയസിനകത്തൊക്കെ പഠിക്കുന്നുണ്ട്, പൈതൽ വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ദൈവം ബാലനായ ഒരു കാലഘട്ടമാണ് അവിടെ കാണിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 41-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുവിൻ്റെ ആളുകൾ വർഷം തോറും പെസഹ പെരുന്നാളിൽ യെരുശലേമിലേക്ക് പോകാറുണ്ടായിരുന്നു. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ പെരുന്നാളിന് അവർ പതിവ് പോലെ പോയി. പെരുന്നാൾ ദിവസങ്ങൾ കഴിഞ്ഞ് അവർ തിരികെ പോന്നു. ബാലനായ യേശു യെരുശലേമിൽ തന്നെ താമസിച്ചു. യൗസേഫും അവൻ്റെ മാതാവും ഇത് അറിഞ്ഞില്ല. ഏത് പെരുന്നാളിന് അവർ കൂടാൻ പോയത്? പെസഹ പെരുന്നാൾ. ദൈവം തമ്പുരാൻ അവിടെ എന്ത് ചെയ്തു? അവിടെ സ്റ്റേ അടിച്ചു. അവിടെ ആളുകളുമായിട്ട് പരിചയപ്പെടുകയും അവരുമായിട്ട് സംസാരത്തിലേർപ്പെടുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഉപദേഷ്ടാക്കന്മാരുടെ കൂടെ ഇരുന്ന് മധ്യേ ഇരുന്നു കൊണ്ട് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതായിട്ട് പിന്നെ അവനെ കണ്ടെത്തി. അവനെ കേട്ടുകൊണ്ടിരുന്നവർ അവൻ്റെ വിജ്ഞാനത്തിലും വചനത്തിലും അത്ഭുതപ്പെടുന്നു. അവനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. ഇതൊക്കെ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പെസഹ പെരുന്നാളിലെ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു. 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ: തദനന്തരം താൻ തൻ്റെ അമ്മയും സഹോദരും സ്വശിഷ്യന്മാരുമൊത്ത് കഫർനഹൂമിലേക്ക് പോയി. അവിടെ കുറച്ച് ദിവസം പാർത്തു. യഹൂദരുടെ പെസഹ സമീപിച്ചിരുന്നു. യേശു യെരുശലേമിലേക്ക് പോയി. അവിടെ ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരെയും നാണയം മാറുന്നവരെയും താൻ കണ്ടു. താൻ ചരട് കൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി എല്ലാവരെയും, ആടുകളെയും കാളകളെയും നാണയമറ്റക്കാരെയും പുറത്തിറക്കി. നാണയങ്ങൾ ചിതറുകയും അവരുടെ മേശകൾ മറിച്ചിടുകയും ചെയ്തു. പ്രാവ് വിൽപ്പനക്കാരോട്, ഇവയെല്ലാം ഇവിടെ നിന്ന് എടുത്തു മാറ്റുവീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ നിങ്ങൾ ഒരു വ്യാപാര സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞു. നിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ തിന്നുകളഞ്ഞു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാർ ഇവിടെ ഓർത്തു. ദൈവം തമ്പുരാൻ ഒരിടത്തും ദേഷ്യപ്പെടുന്നതായിട്ട് പിന്നെ എങ്ങും കാണിച്ചിട്ടില്ല. ഈ ഒരു ഇൻസിഡൻറ്റിൽ മാത്രമാണ് ദൈവം തമ്പുരാൻ വളരെ വികാര വിസ്ഫോടനത്തോടുകൂടി ദേഷ്യപ്പെടുന്നത് നാം വേദപുസ്തകത്തിൽ കാണും. അവിടെയും ഏത് ഒരു സെറ്റിംഗ് വെച്ചാണ് കഥ മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് മുമ്പോട്ട് പോകുന്നത്? പെസഹ. അപ്പോൾ അന്നും പെസഹ ആചരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനിയുമുണ്ട്. എൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വീണ്ടും പെസഹയെപ്പറ്റി പറയുന്നുണ്ട്. യേശു മലയിൽ കയറി തൻ്റെ ശിഷ്യന്മാരോടൊരുമിച്ച് അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ സമീപിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളതായിട്ട് കാണിക്കുന്നത്. ഇവ കർത്താവ് എന്താ ചെയ്തേ? എല്ലാവരെയും ഭക്ഷണത്തിനായി ഇരുത്തുവാൻ പറയുന്നു. ആ സ്ഥലത്ത് ധാരാളം പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ പുല്ലിൻ്റെ ഉള്ള പ്രദേശത്ത്, ആ പുൽപ്രദേശത്ത് അവർ 5000 പുരുഷന്മാരെ ഭക്ഷണത്തിന് ഇരുത്തുകയും യേശു അപ്പം എടുത്ത് വാഴ്ത്തി അതേപോലെ തന്നെ മീനും എടുത്ത് വാഴ്ത്തി ഭക്ഷണത്തിന് ഇരുന്നവർക്കായി വേണ്ടുവോളം വിഭാഗിച്ചു കൊടുത്തതായിട്ടും അവർ സംതൃപ്തരായി കഴിഞ്ഞപ്പോൾ താൻ തൻ്റെ ശിഷ്യന്മാരോട് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ മിച്ചമുള്ള നുറുക്കുകൾ ശേഖരിക്കുവാൻ എന്ന് പറഞ്ഞു. 5 അപ്പത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചിട്ട് അധികം വന്ന കഷ്ണങ്ങൾ 12 കൊട്ട നിറച്ച് ശേഖരിച്ചതായിട്ട് കാണും. അപ്പോൾ കർത്താവിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ സെറ്റിങ്ങും എവിടെയായിട്ടാണ് കാണിക്കുന്നത്? പെസഹ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് കാണിക്കുന്നത്, ആചരിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുന്നുണ്ട്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 50 മുതൽ വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും പറയുന്നുണ്ട്: ചിതറി ഇരിക്കുന്ന ജനങ്ങളെ ഒരുമിപ്പിച്ച ദൈവത്തെ അവരൊരു വിപ്ലവകാരിയായിട്ടാണ് മഹാപുരോഹിതന്മാർ കണ്ടിരുന്നത്. അപ്പോൾ ദൈവമക്കളെ അവൻ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുവാൻ വന്നതുകൊണ്ട് ഇവനെ കൊല്ലുവാൻ അവർ ആലോചന നടത്തി വന്നു. യേശു എന്തു ചെയ്തു? പരസ്യമായിട്ട് യഹൂദരുടെ ഇടയിൽ കൂടെ നടക്കാതെ മരുഭൂമിക്കടുത്തുള്ള സ്ഥലമായ അപ്പറയും കോട്ടയിലേക്ക് പോയി. അവിടെ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് സഞ്ചരിച്ചിരുന്നു.
ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ പെസഹ അടുത്ത പെരുന്നാളിന് മുമ്പ് തങ്ങളെ തന്നെ ശുദ്ധമാക്കുവാൻ ഗ്രാമങ്ങളിൽ നിന്ന് അനേകർ യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, അദ്ദേഹം പെരുന്നാളിന് വരികയില്ലയോ എന്നവർ ദേവാലയത്തിൽ വെച്ച് പരസ്പരം പറഞ്ഞിരുന്നു. താൻ എവിടെയുണ്ട് എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ പിടികൂടേണ്ടതിനായി അവരെ മുൻകൂട്ടി അറിയിക്കണമെന്ന് പ്രധാന ആചാര്യന്മാരും പരീശന്മാരും ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു താൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്തിരുന്ന ബെഥനിയയിൽ വന്നു. അവർ അവിടെ തനിക്കായി ഒരു വിരുന്ന് നടത്തിയും ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കർത്താവ് പറയുന്നുണ്ട്. ശേഷം ദൈവം തമ്പുരാൻ യെരുശലേമിലേക്ക് കടന്നു വരുന്നതും അവൻ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവത്തെപ്പറ്റി ഉത്തമമായ ബോധമുള്ളതുകൊണ്ട് ആ ദക്ല കൊമ്പുകൾ എടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ഓശാന ചൊല്ലി ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞൊരു കരുതപ്പുറത്ത് കടന്നു വരുന്ന കർത്താവിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതും പെസഹായുടെ ഒരു കോണ്ടസ്റ്റ് വെച്ചാണ് പറയുന്നത്. യഹൂദർക്ക് പെസഹ പെരുന്നാൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എന്നെല്ലാം കർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളിലും പെസഹ പെരുന്നാളിനെ പറ്റി അക്കമിട്ട് പറഞ്ഞുകൊണ്ട് സുവിശേഷന്മാർ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ പെരുന്നാളുകളെ പറ്റിയും പെസഹ സ്ഥാപിച്ചത്, അതായത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ പറ്റിയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് തന്നോട് പെസഹ ഭക്ഷിപ്പാൻ അങ്ങയ്ക്കായി എവിടെ ഞങ്ങൾ ഒരുക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. താൻ അവരോട്, നിങ്ങൾ നഗരത്തിൽ ഇന്നയാളുടെ അടുക്കൽ ചെന്ന് അവനോട്, ഞങ്ങളുടെ ഗുരു പറയുന്നു, എൻ്റെ സമയം ആഗതമായിരിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് നിൻ്റെ അടുക്കൽ എനിക്ക് പെസഹ ആചരിക്കണം എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാർ യേശു അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ തൻ്റെ 12 ശിഷ്യന്മാരുമൊത്ത് താൻ ഭക്ഷണത്തിന് ഇരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർക്ക് വളരെയേറെ ദുഃഖമായി. അവർ ഓരോരുത്തരും തന്നോട്, എൻ്റെ കർത്താവേ, ഇത് ഞാനോ എന്ന് ചോദിപ്പാൻ തുടങ്ങി. താൻ ഉത്തരമായി, താലത്തിൽ എന്നോടുകൂടി കൈമുക്കുന്നവൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം മനുഷ്യപുത്രൻ പോകുമെന്നാൽ മനുഷ്യപുത്രൻ ആരാൽ ഏൽപ്പിക്കപ്പെടുമോ ആ മനുഷ്യന് കഷ്ടം. അവൻ ജനിക്കാതിരുന്നെങ്കിൽ ആ മനുഷ്യന് അതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞു. ഏൽപ്പിച്ചു കൊടുക്കുന്നവനായ യഹൂദ, റബി, അത് ഞാനാണോ എന്ന് ചോദിച്ചു. യേശു അവനോട്, നീ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച്, ഇതാണ് നമ്മുടെ കുർബാന. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെൻ്റെ ശരീരമാകുന്നു. പിന്നീട് താൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്ത്, വാങ്ങി നിങ്ങളിത് എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള രക്തം. ഇപ്പോൾ മുതൽ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ വെച്ച് നിങ്ങളോട് കൂടെ പുതിയതായി കുടിക്കുന്ന നാൾ വരെ ഈ മുന്തിരി രസത്തെ ഞാൻ കുടിക്കുകയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം സ്തോത്രം ചെയ്തിട്ട് കർത്താവ് എവിടെ പോയി? ഒലിവുമലയിലേക്ക് പോയി. അവിടെയും പെസഹായുടെ ഒരു കോണ്ടസ്റ്റ് വെച്ചാണ്, പഴയ കാലത്തെ പെസഹായുടെ കോണ്ടസ്റ്റ് വെച്ചാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ പറ്റിയും പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും 14-ാം അധ്യായത്തിലും മത്തായി വിവരിച്ച പോലെ തന്നെ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുമ്പുള്ള കാര്യങ്ങളും സ്ഥാപിച്ചതിനിരിക്കുന്ന ഡയലോഗുകളും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ കുറച്ചും കൂടെ ചെറിയ ലെവൽ ഓഫ് ഡീറ്റെയിൽ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതും നമ്മൾ സമയത്തിൻ്റെ ആധിക്യം അധികം എടുക്കാത്തതുകൊണ്ട് അവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇതിനോട് കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം ഇത് വളരെ ഫ്രാഗ്മെൻ്റ് ആയിട്ടാണ് 4 സുവിശേഷങ്ങളിലും ഒരേ ഇൻസിഡൻറ്റ് പറയുന്നത്. നമ്മളിത് കൂട്ടായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു മീനിങ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, സമയമായപ്പോൾ യേശു വന്ന് ഭക്ഷണത്തിനിരുന്നു. തൻ്റെ 12 സ്ത്രീഹന്മാരും തന്നോടുകൂടിയിരുന്നു. താൻ അവരോട് പറഞ്ഞു, ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളും ഒരുമിച്ച് ഭക്ഷിപ്പാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. എന്തെന്നാൽ ദൈവരാജ്യത്തിൽ പൂർത്തിയാകുന്നതുവരെ ഇനി ഞാൻ ഇത് ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ എന്താ കർത്താവ് പറയുന്നത്? പുതിയൊരു സാധനമാണ്, അല്ലെങ്കിൽ പുതിയൊരു കർമ്മമാണ് കർത്താവ് അവിടെ സ്ഥാപിച്ചത്. ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യത്തിലും ഇത് ഭക്ഷിക്കുന്നതിനെ കൂടെ നമ്മൾ ദൈവത്തിൻ്റെ അംശികളായി തീരുന്നതിനെ പറ്റിയും വ്യക്തമായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ ജനത്തെയും ഇസ്രായേൽ ദേശത്തെയും സംഹാരദൂതരിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാൻ കർത്താവിന് സാധിച്ചുവെങ്കിൽ പുതിയ പെസഹ സ്ഥാപനത്തിൽ കൂടെ, കുർബാന സ്ഥാപനത്തിൽ കൂടെ പുതിയ ഒരു ഉടമ്പടി, അന്നും അവിടെയും പഴയ നിയമത്തിലും ഒരു ഉടമ്പടിയാണ് കർത്താവ് അവിടെ പാലിച്ചതെങ്കിൽ, യഹോവയായ ദൈവം പാലിച്ചതെങ്കിൽ, കർത്താവ് സ്വയം യാഗമായി തീർന്ന പെസഹ സ്ഥാപനത്തിലൂടെ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ പുതിയൊരു ഉടമ്പടി, നമ്മളും സ്വർഗ്ഗരാജ്യത്തിൻ്റെ അംശികളായിത്തീരുന്ന ഉടമ്പടിയാണ് പെസഹായിലൂടെ കർത്താവ് സ്ഥാപിച്ചത്. ഇതാണ് പെസഹായുടെ ഏറ്റവും വലിയ പ്രാധാന്യവും ഇത് തമ്മിലുള്ള പ്രധാന അന്തരവും.